ഇത് റെസിസ്റ്റൻസ് ബാൻഡ്. ഈ ഒരു ബാൻഡ് വെച്ച് തന്നെ നമ്മുടെ ബോഡിയുടെ എല്ലാ പാർട്ടും നമുക്ക് സ്ട്രെങ്തനിങ് ചെയ്യാൻ സാധിക്കും. നമ്മൾ അപ്പർ ബോഡിക്ക് വേണ്ടി ചെയ്തു, അതുപോലെ തന്നെ നമുക്ക് ലോവർ ബോഡിക്ക് വേണ്ടിയും ചെയ്യാൻ പറ്റും. എല്ലാവർക്കും നമസ്കാരം. എൻ്റെ പേര് സവിത. ഞാനൊരു കായിക അധ്യാപികയാണ്, ഒപ്പം ഒരു നാഷണൽ അത്ലറ്റും കൂടിയാണ്. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് സ്ട്രെങ്തനിങ് എക്സർസൈസുകളാണ്. അപ്പർ ബോഡിക്കും ലോവർ ബോഡിക്കും ചെയ്യാൻ പറ്റുന്ന സ്ട്രെങ്തനിങ് എക്സർസൈസ്. ഇത് നിങ്ങൾക്ക് വീട്ടിൽ തന്നെ നമുക്ക് ചെയ്യാൻ സാധിക്കും. ഇത് റെസിസ്റ്റൻസ് ബാൻഡ്. ഈ ഒരു ബാൻഡ് വെച്ച് തന്നെ നമ്മുടെ ബോഡിയുടെ എല്ലാ പാർട്ടും നമുക്ക് സ്ട്രെങ്തനിങ് ചെയ്യാൻ സാധിക്കും. ഇതിപ്പോൾ ഓൺലൈനായിട്ട് വാങ്ങാൻ കിട്ടും. വലിയ റേറ്റൊന്നുമില്ല. ഒരു 100-150 രൂപയ്ക്കൊക്കെ നമുക്ക് വാങ്ങിക്കാൻ പറ്റുന്ന ഒരു സാധനമാണ്. എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം. ആദ്യത്തത് കയ്യിലോട്ടിട്ടിട്ട് ഇത് നമ്മുടെ ഷോൾഡറിനും ചെസ്റ്റിനും എഫക്റ്റാണ്. ഒരു 20-25 ടൈംസ് ചെയ്ത് റിലാക്സ് ചെയ്യുക. ഓരോ എക്സർസൈസ് ചെയ്യുമ്പോഴും നമ്മൾ പ്രോപ്പറായിട്ട് റെസ്റ്റ് എടുത്ത് തന്നെ ചെയ്യാം. ഫസ്റ്റിലത്തത് ഏത്? ഇത് ചെയ്യാം. സെക്കൻഡ് വൺ ഒരു 2-3 സെക്കൻഡ്സ് ഹോൾഡ് ചെയ്തിട്ട് നമുക്ക് റിലീസ് ചെയ്യാം. ഇതും അങ്ങനെ തന്നെ ഒരു 20 or 30 ടൈംസ് ചെയ്യാം. നിങ്ങൾക്ക് പറ്റുന്ന ടൈപ്പ്, ഞാൻ 20 ഞാൻ നമ്പർ പറഞ്ഞാൽ നിങ്ങൾക്ക് എത്രയാണോ പറ്റുന്നത് അത്രയും മാത്രം ചെയ്യുക. ചെയ്ത് റിക്കവറി ആയതിന് ശേഷം അടുത്തത് നോക്കിയേ. ഒരു കൈ ചെവിയോട് ചേർത്ത് വയ്ക്കുക, മറ്റേ കൈ ഒരു 2-3 സെക്കൻഡ്സ് ഹോൾഡ് ചെയ്യുന്നു, റിലീസ് ചെയ്യുന്നു. അതുപോലെ അടുത്ത സൈഡിലും അതേപോലെ ചെയ്തു കൊടുക്കുക. രണ്ട് സൈഡും ഈക്വലായിട്ട് ചെയ്യാൻ ശ്രദ്ധിക്കണം. അടുത്തത് രണ്ട് കൈ ഒരുമിച്ച് നമ്മുടെ ഷോൾഡർ, കൈ കംപ്ലീറ്റ് നമുക്ക് എഫക്റ്റ് ആവുന്നുണ്ട്. ഇപ്പോൾ നമുക്ക് ഡംബൽസ് ഒന്നും ഇല്ലെങ്കിൽ നമുക്ക് ബൈസെപ്സിന് വേണ്ടി ഇത് ചെയ്യാൻ പറ്റും. രണ്ട് സൈഡും ഈക്വലായിട്ട് ചെയ്യാം. റിലാക്സ് ആയതിനു ശേഷം ബാക്കിലിട്ടിട്ട് ഓരോന്ന് ചെയ്യുമ്പോൾ 2-3 സെക്കൻഡ്സ് ഹോൾഡ് ചെയ്യുക. അതിനുശേഷം പതിയെ റിലീസ് ചെയ്യാം. അപ്പോൾ നമ്മൾ അപ്പർ ബോഡിക്ക് വേണ്ടി ചെയ്തു, അതുപോലെ തന്നെ നമുക്ക് ലോവർ ബോഡിക്ക് വേണ്ടിയും ചെയ്യാൻ പറ്റും. ആദ്യത്തെ ബാൻഡ് കാൽ മുട്ടിന് താഴെ ഇടുക. എന്നിട്ട് ഒരു കാല് ജസ്റ്റ് ഫ്രണ്ടിലോട്ട് വെച്ചു. ഇനി ഫ്രണ്ടിലിരിക്കുന്ന കാല് സൈഡിലോട്ട് എടുക്കുക. ഇതുപോലെ തന്നെ തിരിഞ്ഞു നിന്ന് അടുത്ത കാലിനും കൂടി ചെയ്തു കൊടുക്കണം. നമ്മൾ ഈ രണ്ട് കാലിലും ഈക്വലായിട്ട് ചെയ്യാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. ഒരു കാല് ജസ്റ്റ് ഫ്രണ്ടിലോട്ട് വെച്ചു. എന്നിട്ട് ഈ ഫ്രണ്ടിലിരിക്കുന്ന കാല് തന്നെ ഫ്രണ്ടിലോട്ട്. അടുത്ത കാലിലും അതുപോലെ ചെയ്യാം. ഒരു കാല് ജസ്റ്റ് ഫ്രണ്ടിലോട്ട് വെച്ചിട്ട് മൂന്നാമത്തത് കാല് ജസ്റ്റ് ബാക്കിലോട്ട് വെച്ചിട്ട് നമ്മൾ ബാക്കിലോട്ട് തന്നെ എടുക്കുക കാല്. അതുപോലെ തന്നെ അടുത്ത കാലിലോട്ടും ചെയ്യാം.
നാലാമത്തത് അടുത്ത കാൽമുട്ടിലോട്ട് കയറ്റിയിടുക. നമ്മുടെ ഗ്ലോട്ട് മസിൽസൊക്കെ സ്ട്രെങ്ത് ആകാൻ നല്ലതാണിത്. ജസ്റ്റ് ബെൻഡ് ചെയ്തു. നമുക്ക് നിന്ന് ചെയ്തതുപോലെ തന്നെ ഇരുന്നും ചെയ്യാൻ സാധിക്കും. ആദ്യത്തേത് ഒരു കാല് ജസ്റ്റ് പൊക്കി വെച്ചു, സൈഡിലോട്ട് ഒരു 2-3 സെക്കൻഡ്സ് ഹോൾഡ് ചെയ്തിട്ട് തിരികെ കൊണ്ടുവരിക. അതുപോലെ തന്നെ അടുത്ത കാണുമ്പോൾ നമുക്ക് നിസ്സാരമായി തോന്നും, ഒരു എഫക്റ്റും ഇല്ലയെന്ന് നമുക്ക് തോന്നും. പക്ഷേ ചെയ്യുമ്പോഴത്തേക്കും നിങ്ങൾക്ക് നന്നായി എഫക്റ്റ് ആവും. നല്ല രീതിയിൽ സ്ട്രെങ്തനിങ് ചെയ്തെടുക്കാൻ പറ്റും നമ്മുടെ കാല്. മൂന്നാമത്തേത് പീരിയഡ്സ് റെഗുലർ അല്ലാത്ത കുട്ടികൾക്ക് വളരെ നല്ലൊരു എക്സർസൈസാണ്. നമ്മൾ ഒരു സൈഡ് എത്രണ്ണം ചെയ്യുന്നോ അത്രയും തന്നെ മറു സൈഡും ചെയ്യാം. അടുത്തത് കാല് നേരെ മുകളിലോട്ട്. നമ്മൾ കമഴ്ന്ന് കിടന്ന് ചെയ്യണമെങ്കിൽ നമുക്ക് ഈക്വലായിട്ട് ബാക്ക് പോർഷനും ഫ്രണ്ടും നമുക്ക് കവർ ചെയ്യാൻ സാധിക്കുകയുള്ളൂ. നമ്മളിന്ന് ചെയ്തത് റെസിസ്റ്റൻറ്റ് ബാൻഡ് വെച്ചിട്ടുള്ള വോൾ ബോഡി സ്ട്രെങ്തനിങ് ആണ്. നിങ്ങളൊരു ബാൻഡ് കിട്ടിയ ഉടനെ ഓടിപ്പോയിരുന്ന് ഇതങ്ങ് ചെയ്യരുത്. നമ്മൾ കഴിഞ്ഞ എപ്പിസോഡിൽ ചെയ്തതുപോലെ സ്ട്രെച്ചിങ്സ്, വാമിങ് അപ്പ് പ്രോപ്പറായിട്ട് ചെയ്തതിന് ശേഷം മാത്രം ബാൻഡ് എടുത്ത് ചെയ്യുക. അതുപോലെ തന്നെ ചെയ്ത് കഴിഞ്ഞിട്ടും നമ്മുടെ വാമിങ് അപ്പ് പോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആണ് വാം ഡൗൺ സ്ട്രെച്ചും സ്ലോ ജോഗും ചെയ്ത് വൈൻഡപ്പ് ചെയ്യുക.